ഇന്ന് നമുക്ക് വീട്ടിലുണ്ടായ പയർ, പച്ചപ്പയറും മുട്ടയും കൂടിയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിന് ആദ്യം ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞതും, വെളുത്തുള്ളി ഉണ്ട്, കറിവേപ്പിലയുണ്ട്. ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് വരട്ടെ. നല്ല രുചിയാണ് പയറും മുട്ടയും കൂടിയിട്ട് ഉള്ള ഒരു മെഴുക്ക് പുരട്ടി. ഉള്ളി വേപ്പിലയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇതിനാവശ്യമുള്ള മുളകും പൊടി ചേർത്തു. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഇനി നമുക്കതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പയർ നുറുക്കിയത് ഇട്ട് കൊടുത്തു. ഇനി അത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് പയർ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ചെറുതീയിൽ. തോരനിക്കിടാനായിട്ട് 2 മുട്ട, ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് പൊരിച്ച് വെച്ചതാണ്. ഇനി അത് പയർ വേവുമ്പോൾ നമുക്കത് അതിൽ കൂടെ ചേർക്കാം. പയർ നമ്മൾ വെന്തോന്ന് നോക്കാം. പയർ വെന്ത് വന്നിട്ടുണ്ട്. ലേശം കൂടി വെള്ളം പറ്റാണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട, മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ഇട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊരിച്ചത് അതിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇനി ഇതൊരു മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അതൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. ഒന്ന് സെറ്റാവാനായിട്ട്, രണ്ടും കൂടി യോജിക്കാനായിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചു. അപ്പം നമ്മളെ മുട്ടയും പയറും കൂടിയിട്ടുള്ള മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരിക്കൽ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ചീര ചെയ്യും, മുരിങ്ങയുടെ ഇല ചെയ്യും. പയറിട്ടിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ വീട്ടിലുണ്ടായ പയറാണ്, അപ്പോൾ അതുകൊണ്ട് ചെയ്താണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്.